ഷാബു പ്രസാദ്, ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തെ അപലപിക്കുകയും ജനാധിപത്യത്തിൽ വയലൻസിന് യാതൊരു സ്ഥാനവുമില്ല എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ അനുകൂലമാകുന്ന ഒരു വലിയ സാഹചര്യം ആ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ട്രംപ് വലിയ രീതിയിൽ ഒറ്റപ്പെടുന്ന നിലപാടുകൾ ഈ യുദ്ധം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ എടുത്തിട്ടുള്ള ട്രംപിന്റെ നിലപാടുകളൊക്കെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് ആസൂത്രിതമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ചില സംശയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് PJ വിൻസെന്റ് സംസാരിച്ച് നിർത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരണമെന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ട്രംപ് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും സുരക്ഷാ വീഴ്ച എന്നതിലേക്ക് അദ്ദേഹം വിരൽ ചൂണ്ടുന്നില്ല. തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും സേഫാണ്, അത് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടില്ല, അവരുടെ നേട്ടമായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഒരു ആസൂത്രിത നീക്കമാണോ ട്രംപിനെതിരെ ഉണ്ടാകുന്നത്? നോക്കൂ, ഇപ്പം താങ്കൾ ഇൻട്രോയിൽ ഇങ്ങനെ പറഞ്ഞു അമേരിക്കയുടെ മുഖം, ട്രംപിന്റെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത് വലിയൊരു അളവോളം അത് ശരി തന്നെയാണത്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ട്രംപിലെ ഈ വായിലെ നാക്കാണ് ട്രംപിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ഈ വിടുവായത്വത്തിനുമാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത്, രേണുക, നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു ജസ്റ്റ് കോമൺ സെൻസിനൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ വിമാനത്തിലൊക്കെ പോയിട്ടുള്ളതല്ലേ. ഒരു സാധാരണ എയർപോർട്ടിലെ ചെക്കിങ്ങിൽ പോലും നമ്മൾ പോകുമ്പോൾ പോലും ഒരു തോക്കോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധമോ അതിൻ്റെ ആ സെക്യൂരിറ്റി സോൺ കടന്നു പോകാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് വൈറ്റ് ഹൗസാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു അധികാര കേന്ദ്രമാണത്. ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് പവറിൻ്റെ, മിലിറ്ററി പവറിൻ്റെ ഒരു പരിധി വരെ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിരാകേന്ദ്രമാണ് ശരിക്ക് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അവിടേക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഒരു തോക്കുധാരി കടന്നു ചെന്ന് വെടിയുതിർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു കോമൺ സെൻസിന് ഇത് ദഹിക്കും രേണുക? എങ്ങനെ? ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ എയർപോർട്ടിലെ ഒരു ചെക്കിങ് നമ്മൾ നോക്കൂ, അവിടെ ഇത് നോക്കൂ. അപ്പം അവരുടെ സുരക്ഷ ഇത്രയധികം ഭീകരമായി പരാജയപ്പെട്ടോ അമേരിക്കയുടേത്? അത് പ്രത്യേകിച്ച് 9/11 ശേഷം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സുരക്ഷ, ആഭ്യന്തര സുരക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതാണ്. അങ്ങനെയുള്ളിടത്ത് വൈറ്റ് ഹൗസിൽ ഒരു തോക്കുധാരി വളരെ കൂളായിട്ട് കടന്നു ചെന്ന് അവിടെ വെടിയുതിർത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ദഹിക്കുന്ന ഒരു കാര്യമില്ല. അതിനുശേഷമുള്ള പ്രതികരണമാണ് കൂടുതൽ. അതായത് സുരക്ഷാ വീഴ്ചയെ പറ്റി അവർക്കൊരു പ്രശ്നവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുത്തെ സുരക്ഷ കാര്യക്ഷമമായി പ്രവർത്തിച്ചു, അതിനെ അഭിനന്ദിച്ചു. അതിനുശേഷം തോക്കുധാരി കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു മാനസിക രോഗി എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളൊന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? തൻ്റെ തകർന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ ആഭ്യന്തര രംഗത്ത് തകർന്നുകൊണ്ടിരിക്കുന്ന ജനപിന്തുണ തിരിച്ചു പിടിക്കാൻ വേണ്ടി ട്രംപ് നടത്തിയ നാടകമല്ലേ ഇത് എന്ന് ന്യായമായി സംശയിച്ചാൽ നമുക്കാരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത്ര സിമ്പിളായിട്ടാണ്, അത്ര ലളിതമായിട്ടാണ് ഇതെടുത്തത്. ആ വൈറ്റ് ഹൗസിനുള്ളിൽ വെടിവെച്ച ഒരു തോക്കുധാരിയെ കൂളായിട്ട് ഒരു സുരക്ഷാ സേന പിടിക്കുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, നമ്മളെത്ര ലോകത്തിൽ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണിയുള്ള രാഷ്ട്രത്തലവന്മാരിൽ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രസിഡന്റും ഒക്കെ. നമുക്കറിയാമല്ലോ, പ്രധാനമന്ത്രി നാട്ടിൽ വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ ഉള്ള ആ സുരക്ഷയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഇത്രയും സുരക്ഷയുള്ളോ, അതും വൈറ്റ് ഹൗസിൽ? നമുക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസം തോന്നുന്നുണ്ട്. കാര്യം ഇത് ട്രംപാണ്. അയാൾ എന്തും ചെയ്യും, എന്തും പറയും, ഏത് എക്സ്റ്റെന്റ് വരെയും പോകും. ഈ നാശത്തിൻ്റെ ഇതൊന്ന് കാലാവധി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ ജനതയുടെ ചിന്താഗതി എത്തിയിട്ടുണ്ട്. ഇനി 1.5 കൊല്ലം 2 കൊല്ലം കൂടെ സഹിക്കണമല്ലോ ഈ സാധനത്തിന് എന്നുള്ളത് ഒക്കെ. എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അമേരിക്കയിലൊക്കെ. ഈ അവസ്ഥയിൽ നിന്ന് തനിക്ക് ഇനിയും 2.5 വർഷം ഒന്ന് പോകണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പിന്നെ ഈ ഇറാഖിലൊക്കെ, ഇപ്പം ഈ യുദ്ധത്തിലൊക്കെ
യുദ്ധം ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അതിനെ കൈകാര്യം ചെയ്ത രീതി ഇതിനു മുമ്പ് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പം ജോർജ് ഡബ്ല്യു ബുഷ് അന്ന് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അന്ന് 9/11 സംഭവിച്ചത്. അതേപോലെ തന്നെ ഇറാഖ് യുദ്ധം സംഭവിച്ചത് നമ്മളന്ന് കണ്ടതാണ്. ആ സമയത്ത് ആ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഒരു പ്രസിഡന്റ് എങ്ങനെയാണ് പെരുമാറിയത്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ആ രാജ്യം മുഴുവനും അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നത്, എങ്ങനെയൊക്കെയാണ് അത് പുരോഗമിച്ചത്, ആ ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞ വാക്കുകളൊക്കെ എത്ര സൂക്ഷ്മതയുള്ളതായിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലധികം പിന്നിലൊന്നുമല്ല. അതേസമയം ഇയാൾ ഈ ഭ്രാന്ത് പിടിച്ച പോലെ കിടന്ന് പറയുന്നതിന് കണക്ക് കൂട്ടിയാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്താണെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇത് വൈറ്റ് ഹൗസിൽ നടന്ന വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു തരത്തിലും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ആരുടെയും അത് യോജിക്കുന്നൊരു കാര്യമില്ല. ചരിത്രത്തിൽ 2 അമേരിക്കൻ പ്രസിഡന്റുമാർ മാത്രമാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്, അബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും. ഇത് രണ്ടുപേരും വൈറ്റ് ഹൗസിലല്ല. ജോൺ എഫ് കെന്നഡിയൊക്കെ ഒരു പബ്ലിക് പ്രൊസഷൻ്റെ ഇടയിലാണ് വെടിയേറ്റ് മരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ വെടിവെപ്പ് നടന്നു, വധശ്രമം നടന്നു എന്ന് പറയുന്നത് അത് 100% തൻ്റെ നഷ്ടപ്പെട്ട പോപ്പുലാരിറ്റി തിരിച്ചു പിടിക്കാനുള്ള ഒരു നമ്പറായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. അത് ട്രംപ് ആയതുകൊണ്ടാണ്. അയാൾ എന്തും ചെയ്യും, എന്തും പറയും. അതാണ് ശരി. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, 1981 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗന് നേരെ വെടിവയ്പുണ്ടായ അതേ ഹോട്ടലിൽ വെച്ചാണ് ട്രംപിന് നേരെയും ആക്രമണം ഉണ്ടാകുന്നത്. ട്രംപ് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നില്ല. കാരണം ട്രംപും മാധ്യമങ്ങളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ തന്നെയായിരുന്നു അതിനുള്ള കാരണം. ആദ്യമായി ട്രംപ് പങ്കെടുക്കുമ്പോഴാണ് ഇത്തരമൊരു ആക്രമണം അവിടെ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായി ഇതിനിൽ ഉയരുന്ന ഒരു ചോദ്യം, ഇത്രയധികം പേർ വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്ത ഒരു ചടങ്ങിലേക്ക് ആയുധങ്ങളുമായി അക്രമി എങ്ങനെ എത്തിപ്പെട്ടു, അവിടെ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ എന്നതാണ്. അത് വലിയ സംശയങ്ങൾ ജനിപ്പിക്കുകയാണ്. തുടർച്ചയായി ട്രംപിന് നേരെ എന്തുകൊണ്ട് വധശ്രമങ്ങൾ ഉണ്ടാകുന്നു? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3-ാം തവണ 21 മാസത്തിനിടെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സുരക്ഷാ വീഴ്ചയല്ലേ എന്ന ചോദ്യം തീർച്ചയായും ഉണ്ടാകില്ലേ? ശ്രീ രഘുനാഥ് നായർ, ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, കാരണം എനിക്ക് പെട്ടെന്ന് ഇൻ ബിറ്റ്വീൻ നെറ്റ് ഒന്ന് ഡിസ്കണക്ട് ആയി. സുരക്ഷാ വീഴ്ച എന്ന ചോദ്യം ഏറ്റവും ബലപ്പെടുന്നതല്ലേ ഈ സാഹചര്യം എന്നതാണ്. എങ്ങനെ അക്രമി അവിടെ ആയുധങ്ങളുമായി എത്തി എന്നത്. ഓക്കെ, ഇവിടെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിനോട് കൂടെ തന്നെ അതേ അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു മേഖലയിൽ, അതും വൈറ്റ് ഹൗസിൽ ഈ വമ്പന്മാരെല്ലാം ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അക്രമി കയറി എന്നുണ്ടെങ്കിൽ അതൊരു, കാരണം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ അതൊരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടില്ല. ട്രംപിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പിന്നോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ രേണുക പറഞ്ഞ പോലെ തന്നെ ഇത് 3-ാമത്തെ അറ്റംപ്റ്റ് ആണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.